ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സുപ്രധാനമായ വാർത്തകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ എന്നുള്ളത്, രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ഒന്ന് വിരാട് കോഹ്ലിയെ പറ്റിയിട്ടുള്ള പരാമർശമാണ്. ഇന്ത്യയിലെ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ ക്രിക്കറ്റർ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്രിക്കറ്റർ, ലോകത്തിൽ തന്നെ മില്യൺ കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ക്രിക്കറ്റർ കൂടിയായ വിരാട് കോഹ്ലിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഇർഫാൻ പത്താൻ. അതായത് സാധാരണഗതിയിൽ ഇർഫാൻ പത്താൻ ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർത്താറില്ല. പക്ഷേ ഇർഫാൻ പത്താൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി ടൂർണമെന്റിൽ, ഓസ്ട്രേലിയയുമായിട്ടുള്ള ടൂർണമെന്റിലെ മോശം പ്രകടനമാണ് ഇർഫാൻ പത്താനെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വളരെ മോശം പ്രകടനമായിരുന്നു വിരാട് കോഹ്ലിയുടേത്. ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയെങ്കിലും വളരെ പ്രതീക്ഷ തന്നെങ്കിലും പിന്നീട് 4 ടെസ്റ്റുകളിലും ഒരേ ഷോർട്ട് സെലക്ഷനിലൂടെ പുറത്തായ രീതിയും വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഉള്ളപ്പോൾ കൂടിയാണ്, അത്തരം വിമർശനങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടായപ്പോൾ കൂടിയാണ് ഇപ്പോൾ വലിയ വിമർശനമായി ഇർഫാൻ പത്താൻ വന്നിരിക്കുന്നത്. ഇർഫാൻ പത്താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിട്ട് വേണം ഇനി രോഹിത് ശർമ്മയെയോ വിരാട് കോഹ്ലിയെയോ ഇന്ത്യൻ ടീമിൽ എടുക്കാൻ എന്നാണ്. അവർക്ക് പകരം മറ്റുള്ള താരങ്ങളെ എടുക്കണം, പുതിയ താരങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് ഇർഫാൻ പത്താൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരുപാട് വർഷങ്ങളായി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ഈ ഇത്തരത്തിലുള്ള രഞ്ജി മത്സരങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് അവരുടെ ഫോമിലേക്ക് അവർ തിരിച്ചു വന്നതിന് ശേഷമാണ് അവരെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കേണ്ടത്. വിരാട് കോഹ്ലിയുടെ കാര്യത്തിലും അത്തരം തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് ഇർഫാൻ പത്താൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അത് റോബിൻ ഉത്തപ്പയുടെ ഒരു വെളിപ്പെടുത്തലാണ്. റോബിൻ ഉത്തപ്പ പറഞ്ഞിരിക്കുന്നത് യുവരാജ് സിംഗിന്റെ കരിയർ അവസാനിക്കാൻ കാരണം വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി, അതായത് വിരാട് കോഹ്ലിയുടെ തീരുമാനങ്ങളാണ് എന്നതാണ്. ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്നത് വ്യക്തമാവേണ്ട കാര്യമാണ്. ഇതിൽ പല കറപ്ഷൻസും അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ റോബിൻ ഉത്തപ്പ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കണിശമായ സ്വഭാവങ്ങൾ അതിന് കാരണമായിരുന്നു. നേരത്തെ ഈ ഒരു യോയോ ടെസ്റ്റിലൂടെയാണ് താരങ്ങളെ തെരഞ്ഞെടുത്തിരുന്നത്. ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടവർ ടീമിൽ നിന്ന് പുറത്തു പോകുമായിരുന്നു. അപ്പോൾ ഈ ഫിറ്റ്നസ് ടെസ്റ്റിൽ തനിക്ക് 2 പോയിന്റിന്റെ ഇളവ് വേണമെന്ന് യുവരാജ് സിംഗ് ആവശ്യപ്പെട്ടു എന്നാണ് റോബിൻ ഉത്തപ്പ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ കോഹ്ലി അതിന് തയ്യാറായില്ല. അക്കാര്യം താൻ ഒരിക്കലും അത്തരം ഇളവുകൾക്ക് തയ്യാറല്ല എന്ന് കോഹ്ലി പറഞ്ഞു എന്നാണ് റോബിൻ ഉത്തപ്പ പറയുന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വ്യക്തമാവേണ്ട കാര്യം എന്നുള്ളത് ഈ ഒരു യുവരാജ് സിംഗിന്റെ ഇന്ത്യൻ ടീമിൽ നിന്നുള്ള വിരമിക്കലോ അല്ലെങ്കിൽ പുറത്താവലോ ഇത്തരം അതിന്റെ കാരണങ്ങൾക്ക് വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റനും കൂടി കാരണമായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നുള്ളത്. വിരാട് കോഹ്ലി ഇത്തരത്തിലുള്ള ഇളവുകൾക്ക് തയ്യാറായിരുന്നു. പ്രത്യേകിച്ചും റോബിൻ ഉത്തപ്പ പറയുന്ന കാര്യം 2007 T20 വേൾഡ് കപ്പും 2011 ക്രിക്കറ്റ് ICC ഓഡി വേൾഡ് കപ്പും ഇന്ത്യക്ക് നേടിക്കൊടുത്തിട്ടുള്ള താരം, അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള താരം യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗിന്റെ കൂടെ മറ്റുള്ള താരങ്ങളും വഹിച്ചിട്ടുണ്ട്. പക്ഷെ യുവരാജാണ് വളരെ പ്രധാനപ്പെട്ട താരം. അത്തരം ഒരു പരിഗണന സ്വാഭാവികമായിട്ടും യുവരാജ് സിംഗിന് നൽകണമായിരുന്നു. പക്ഷേ വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റൻ അതിന് തയ്യാറായില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അതല്ലാതെ കൂടി യുവരാജ് സിംഗ് ഒരു വലിയൊരു രീതിയിലുള്ള അർബുദത്തെയൊക്കെ ക്യാൻസറിനെയൊക്കെ അതിജീവിച്ച് വന്ന ഒരു താരം കൂടിയാണ്. ആ ഒരു പരിഗണന കൂടി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നൽകണമായിരുന്നു. പക്ഷെ കോഹ്ലി അതിന് തയ്യാറായില്ല. ഇത്തരം ഫിറ്റ്നസ് കൃത്യമായിട്ടുള്ള നിലവാരം, ഫിറ്റ്നസ് ടെസ്റ്റ് കൃത്യമായിട്ടുള്ള പോയിന്റോട് കൂടി പാസ്സായാൽ മാത്രമേ ടീമിൽ നിലനിർത്തുകയുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതുമൂലം യുവരാജിന് പിന്നീട് ടീമിൽ അവസരം നിഷേധിക്കപ്പെട്ടു എന്നാണ് റോബിൻ ഉത്തപ്പ പറയുന്ന കാര്യം എന്നുള്ളത്, റോബിൻ ഉത്തപ്പയുടെ വെളിപ്പെടുത്തൽ എന്നുള്ളത്. റോബിൻ ഉത്തപ്പ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ 2 ODI വേൾഡ് കപ്പും T20 വേൾഡ് കപ്പും കൊണ്ട് ഇന്ത്യക്ക് നേടിക്കൊടുത്ത പ്രധാനപ്പെട്ട താരം എന്നുള്ള നിലയ്ക്ക്, പ്രധാനപ്പെട്ട ആളെന്നുള്ള നിലയ്ക്കുള്ള പരിഗണന തീർച്ചയായും യുവരാജ് സിംഗ് അർഹിച്ചിരുന്നു. അത്തരം ഒരു പരിഗണന പല ക്യാപ്റ്റന്മാരും താരങ്ങൾക്ക് നൽകാറുണ്ട്. ചില ആളുകളുടെ കാര്യത്തിൽ അവരുടെ ഫിറ്റ്നസിന്റെ അളവ് വ്യത്യാസം വന്നാലും ഇത്തരം പരിഗണനകൾ വെച്ച് ചില ക്യാപ്റ്റന്മാർ താരങ്ങളെ നിലനിർത്തിയിരുന്നു. അത്തരം ഒരു കാര്യങ്ങൾ വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റോബിൻ ഉത്തപ്പ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു തെറ്റായ കാര്യമായിട്ടാണ് റോബിൻ ഉത്തപ്പ മനസ്സിലാക്കുന്നത്, റോബിൻ ഉത്തപ്പ ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ ഏതായിരുന്നാലും ഇതിന്റെ ചർച്ചകൾ വരും ദിവസങ്ങളിൽ തുടരുമെന്ന, ക്രിക്കറ്റ് ലോകത്ത് തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇത് ഇർഫാൻ പത്താൻ ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങൾ അത് വ്യത്യസ്തമാണ്. അത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ വിരാട് കോഹ്ലിയുടെ
എന്താണ് ബാറ്റിംഗ് പെർഫോമൻസിന്റെ മോശം പ്രകടനങ്ങൾ കാരണമാണ് അദ്ദേഹത്തെ ആയാലും ടീമിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ആഭ്യന്തര ക്രിക്കറ്റിലൂടെ ആഭ്യന്തര മാച്ചുകൾ കളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ ആയാലും ഏതൊരു താരത്തെയും പരിഗണിക്കാവൂ എന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് 8 ടെസ്റ്റുകളിൽ അവസാന 8 ഇന്നിങ്സുകളിലായി വിരാട് കോഹ്ലി നേടിയിരിക്കുന്നത് ആകെ 90 റൺസ് മാത്രമാണ്. അഥവാ അവസാന 4 ടെസ്റ്റുകളിൽ നിന്നും വിരാട് കോഹ്ലി നേടിയിരിക്കുന്നത് 90 റൺസ് മാത്രമാണ് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത് അത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തുന്ന ഒരാൾക്ക് പകരം പുതിയ ഒരു താരത്തിന് അവസരം നൽകിക്കൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് ഭാവിയിലേക്കുള്ള വളർച്ച കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ ഇർഫാൻ പത്താൻ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകൾ എന്നുള്ളത്, അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്നുള്ളത് ഇതുകൂടിയാണ്. അതിനിടയിൽ രവീന്ദ്ര ജഡേജ കൂടി ഇന്ത്യൻ ടീമിൽ നിന്നും എന്താണ് തന്റെ കരിയർ അവസരിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹം അവസാനമായി ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹത്തെ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തത് അവസാനമായിട്ട് ഓസ്ട്രേലിയക്കെതിരെ കളിച്ചിട്ടുള്ള ടെസ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ജേഴ്സിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിന് കൂടി അന്തിമമായോ എന്നുള്ള ചർച്ചകൾ കൂടി സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾക്ക് കൂടിയുള്ള സാധ്യതകൾ കൂടി ഈ സമയത്ത് ഉയരുന്നു.